ഹലോ, ഹായ്, നമസ്തേ, നമസ്കാരം. മലയാളികൾക്ക് തികച്ചും നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് അമ്മ ഇന്ന് വന്നിട്ടുള്ളത്. ആട്ടുകല്ലിൽ അരച്ച അരി ഉരുട്ടിയെടുത്ത് വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുന്ന കൊഴുക്കട്ട. ഈ ഒരു കൊഴുക്കട്ട പുഴുങ്ങിയെടുക്കുന്ന വെള്ളത്തോടുകൂടി വേണം കഴിക്കാൻ എന്നാണ് അമ്മ പറയുക. എല്ലാവർക്കും ഓർമ്മകളുടെ ഒരു മാലപ്പടക്കം തന്നെ ഉണ്ടാകും ഈ ഒരു കൊഴുക്കട്ടയുടെ പുറകിലല്ലേ. അമ്മയുടെ വീട്ടിൽ തയ്യാറാക്കിയിരുന്ന അതേ ഒരു റെസിപ്പിയാണ് അമ്മ ഇവിടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും കൂടെ വേണം. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ കൊഴുക്കട്ടയിലേക്ക്. ഈ ഒരു കൊഴുക്കട്ട തയ്യാറാക്കാനായിട്ട് ഞാനൊരു 300 ml ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ചെമ്പാ റൈസ് എടുത്തിട്ടുണ്ട്. അതായത് പാലക്കാടൻ മട്ട റൈസ്. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 5 മണിക്കൂർ ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിരുന്നു. അതിനുശേഷം ആ വെള്ളത്തോട് കൂടി തന്നെ ഞാൻ ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇന്നിപ്പം രാവിലെ ഞാനത് എടുത്തിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരിയാണിത്. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു അരി നമ്മുടെ മിക്സർ ജാറിൽ അരച്ചെടുക്കാൻ പറ്റും. ഇത് ശരിക്കും നമ്മൾ വെള്ളത്തിൽ നല്ലവണ്ണം ബോയിൽ ചെയ്തെടുക്കുന്ന ഒരു കൊഴുക്കട്ടയാണ്. അപ്പോൾ അതിനുവേണ്ടി പുഴുക്കലരി ആകുമ്പോൾ അത്ര പശപ്പ് കുറവല്ലേ, ആ ഒരു ബൈൻഡിങ് നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് എടുത്താൽ മതി. അരിയൊക്കെ ഒന്ന് മുറിഞ്ഞ് കിടക്കണം അതിൽ. ഇതത്ര ഫൈൻ പേസ്റ്റായിട്ടല്ല നമുക്ക് അരച്ചെടുക്കേണ്ടത്. പണ്ടൊക്കെ ഈ കൊഴുക്കട്ട ശരിക്കും ആട്ടുകല്ലിലാണ് അരച്ചെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നല്ല പശപ്പോട് കൂടി തന്നെ നമുക്കത് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാനും ഈസിയാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ മിക്സർ ജാറിലൊക്കെ അരച്ചെടുക്കുമ്പോൾ അതൊരു പരുവത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്ന ചെമ്പാപ്പുട്ടിൻ്റെ വീഡിയോയിൽ ഈ ഒരു ടിപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇതുപോലെ അരി കുതിർത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അരി പൊടിച്ചെടുക്കാനും സാധിക്കും. അതുപോലെ പെട്ടെന്ന് നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണമെങ്കിലും അങ്ങനെ ചെയ്താൽ മതി. അതൊരു ടിപ്പാണ്. പിന്നെ 1 കപ്പ് തേങ്ങ തിരുമ്മിയെടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൂട്ടി കൊടുക്കാം. ഇത്രയെങ്കിലും തേങ്ങ ഉണ്ടെങ്കിൽ ആ കൊഴുക്കട്ടയ്ക്ക് നല്ലൊരു സ്വാദ് കിട്ടുകയുള്ളൂ. തേങ്ങ കൂടുതൽ ചേർക്കുന്നത് തന്നെയാണ് ഈ കൊഴുക്കട്ടയ്ക്ക് നല്ലത്. ഉപ്പ് ആവശ്യത്തിന് വേണം. പിന്നെ ആ ഒരു 6-7 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 6 എണ്ണം എടുത്താൽ മതിയാകും. 1 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത്. മുഴുവനായിട്ടുള്ള ജീരകമാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനെപ്പോഴും ജീരകത്തിൻ്റെ പൊടിയാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ശരിക്കും എൻ്റെ ആ ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടും. ഇത്ര ഇൻഗ്രീഡിയൻസ് മതിയാകും ഇത് തയ്യാറാക്കാനായിട്ട്. ഈ ഒരു കൊഴുക്കട്ട പല സ്ഥലങ്ങളിൽ പല തരത്തിലായിരിക്കും തയ്യാറാക്കി എടുക്കാറുള്ളത്. ചിലയിടങ്ങളിൽ ഇത് തേങ്ങയും ജീരകവും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് ഇത് തയ്യാറാക്കുമ്പം ഇതുപോലെ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടാണ് ഇങ്ങനെ ഈ പുഴുങ്ങിയെടുക്കുന്ന കൊഴുക്കട്ട. മറ്റേ കൊഴുക്കട്ടയ്ക്കൊന്നും നമ്മൾ വെളുത്തുള്ളി അരയ്ക്കാറില്ല. പക്ഷേ ഇതുപോലെ വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുന്ന കൊഴുക്കട്ടയ്ക്ക് എപ്പോഴും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടാണ് കൊഴുക്കട്ട തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ അതേ ഒരു റെസിപ്പിയാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ അരി കുറേശ്ശെയായിട്ട് ആ ഡ്രൈ ഗ്രൈൻഡറിലേക്ക് ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ആദ്യം അരി നമുക്ക് കുറച്ചങ്ങ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തേങ്ങയുടെ പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ബാച്ചായിട്ട് നമുക്കിതങ്ങ് അരച്ചെടുക്കാം. ഇപ്പോൾ അരിയൊക്കെ ഞാൻ മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതാണ് ഞാൻ അരച്ചിരിക്കുന്നത്. എങ്കിലും അരിയൊക്കെ ഒരു ചെറിയൊരു നനവോടുകൂടി തന്നെയാണ് ഇരുന്നിരുന്നത്. അതുകൊണ്ട് എക്സ്ട്രാ വെള്ളം ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അരി ഒത്തിരി ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു നനവോടുകൂടി തന്നെ അങ്ങ് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വെള്ളം പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ഏതായാലും ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് അരഞ്ഞു കിട്ടാനായിട്ട്. പുഴുക്കലരിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു പശപ്പോടുകൂടി നമുക്ക് അരഞ്ഞു കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് കൈകൊണ്ട് നല്ലവണ്ണം അങ്ങ് കുഴച്ചെടുക്കണം. ഇതുപോലെ ഒരു തരിയോടുകൂടി വേണം അരച്ചെടുക്കാനായിട്ട്. റവയുടെയൊക്കെ തരിയെക്കാട്ടിൽ കുറച്ചും കൂടി വലിയ തരി വേണം. ഒരു അരി ഒരു 4-5 ആയിട്ടൊന്ന് മുറിഞ്ഞ് കിട്ടിയാൽ മതി. കൂടുതൽ അരിഞ്ഞു പോകണ്ട. കണ്ടില്ലേ, ഇതുപോലെ അരി അതിനകത്ത് മുറിഞ്ഞ് കിടക്കണം. നല്ലവണ്ണം കുഴച്ചതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ച് ഉപ്പിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നിങ്ങൾ ഈ കൊഴുക്കട്ടയൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നിങ്ങളിൽ എത്ര പേര് ഇതുപോലെ ഈ ഒരു കൊഴുക്കട്ട ചെറുപ്പത്തിൽ കഴിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൂടി ഞങ്ങൾക്ക് എഴുതണം.
ഇനി ബാക്കി നമ്മൾ ആ മാറ്റി വെച്ചിരുന്ന തേങ്ങയും കൂടെ അതിലേക്ക് അങ്ങ് ചേർത്തിട്ട് വീണ്ടും കൈകൊണ്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കണം കേട്ടോ. ഈ ഒരു കൊഴുക്കട്ട ആവിയിൽ പുഴുങ്ങി നമുക്ക് എടുക്കാം. പക്ഷെ അതിലും ടേസ്റ്റ് ഇതുപോലെ വെള്ളത്തിൽ പുഴുങ്ങി എടുക്കുന്ന കൊഴുക്കട്ടയ്ക്ക് തന്നെയാണ്. ആവിയിൽ പുഴുങ്ങുന്ന കൊഴുക്കട്ടയുടെ റെസിപ്പി വേറെയുണ്ട്, അത് ഞാൻ പുറമേ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നമ്മൾ പണ്ട് ചെറുതിലെ കഴിച്ച് ശീലിച്ച ആ ഒരു രുചിയും രീതിയും ഒക്കെയല്ലേ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് എപ്പോഴും. അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് കൈകൊണ്ട് അത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്നുകൂടി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ മാവ് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇത് കുറച്ച് വലുതായിട്ട് വേണം ഈ ഒരു കൊഴുക്കട്ട ഉരുട്ടിയെടുക്കാൻ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ പുഴുങ്ങി എടുക്കുമ്പം കുറേ മാവ് നമുക്ക് ആ വെള്ളത്തിലേക്ക് അങ്ങ് അലിഞ്ഞു പോകും. നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന പോലെയല്ല. എപ്പോഴും കുറച്ചൊരു വലുതായിട്ട് വേണം നമ്മൾ ഉരുട്ടിയെടുക്കാനായിട്ട്. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഭാരതി ചേച്ചിയുടെ കാര്യം ഞാൻ പണ്ടൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് പേരെങ്കിലും അത് കേട്ടിട്ടുണ്ടാവും. ചേച്ചി ഉണ്ടാക്കി തന്ന ചെറുതിലെ ഒത്തിരി കഴിച്ചിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണിത്. ശരിക്കും ഞങ്ങളിത് പഞ്ചസാരയുടെ കൂടെയാണ് കഴിച്ചിരുന്നത് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചട്നിയുടെ കൂടെയോ ചിലർ ഇതിൻ്റെ കൂടെ ഈ പുളിശ്ശേരി പോലുള്ള സംഭവങ്ങളൊക്കെ ഒഴിച്ച് കഴിക്കാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ വീട്ടിലിത് പഞ്ചസാര കൂട്ടിയാണ് എപ്പോഴും കഴിച്ചിരുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോരോ ഉരുളകളായിട്ട് നമുക്കങ്ങ് ഉരുട്ടിയെടുക്കാം. ഇത് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുന്നതുകൊണ്ട് കുറച്ച് മാവൊക്കെ വെള്ളത്തിലേക്ക് അങ്ങ് അലിഞ്ഞ് ചേരും കേട്ടോ. ഓരോ ഉരുളയും ഇതുപോലെ അങ്ങ് ഉരുട്ടിയെടുക്കാം നമുക്ക്. ഇത് പച്ചരിയിൽ നമുക്ക് തയ്യാറാക്കാം കേട്ടോ. പക്ഷേ പുഴുക്കലരിയിൽ തയ്യാറാക്കുമ്പോഴാണ് ഈ ഒരു കൊഴുക്കട്ടയ്ക്ക് പ്രത്യേക ഒരു സ്വാദ്, തവിടൊക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട്. പുഴുക്കലരി ആകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിന് പശപ്പ് തീരെ കുറവാണ്. പച്ചരിയുടെ ഇത്രയും പശപ്പില്ല. അപ്പോൾ ആ ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് ഫ്രീസറിൽ വെക്കാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഈ കൊഴുക്കട്ട ഒന്ന് വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഞാൻ ഒരു പകുതിയോളം വെള്ളം വെച്ചിട്ടുണ്ട്. കൊഴുക്കട്ട ഒന്ന് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം തിളയ്ക്കാനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പം വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം നല്ലവണ്ണം വെട്ടി തിളച്ചതിന് ശേഷം വേണം നമുക്ക് കൊഴുക്കട്ട ചേർത്ത് കൊടുക്കാൻ. ഇനി ഓരോ കൊഴുക്കട്ട പതുക്കെ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് കൊഴുക്കട്ട ചേർത്ത് കഴിഞ്ഞാൽ ആ മാവ് അതിലേക്ക് അങ്ങ് അലിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. വെള്ളം തിളച്ചതിന് ശേഷം വേണം നമ്മൾ കൊഴുക്കട്ടകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നല്ലവണ്ണം വെട്ടിത്തിളച്ച് ആ കൊഴുക്കട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരെണ്ണം ഒന്ന് നമുക്ക് എടുത്ത് നോക്കാം. ഫോർക്ക് കൊണ്ടൊന്ന് പതുക്കെ കുത്തി നോക്കാം. നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം നമുക്കങ്ങ് ഓഫ് ചെയ്യാം. ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഈ കൊഴുക്കട്ട ഒന്ന് കോരിയെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ കൊഴുക്കട്ട നമ്മൾ കഴിക്കുമ്പോൾ ഈ വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഇത് പഞ്ചസാര ചേർത്താണ് ഞങ്ങൾ ഈ കൊഴുക്കട്ട കഴിച്ചിരുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ആ സ്പൂൺ കൊണ്ടങ്ങ് മിക്സാക്കി എടുക്കണം. അതിൻ്റെ മധുരവും ഉപ്പും ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ ഒരു ഊറിയ മധുരം മതി കേട്ടോ. കൂടുതൽ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പുറത്തേക്ക് ആ ഒരു വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ കൊഴുക്കട്ടകളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏതായാലും ഞാൻ ഒരെണ്ണം ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ശരിക്കും ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ഈ പഞ്ചസാര തന്നെയാണ് കേട്ടോ. എന്താ സ്വാദ്, ഭയങ്കര സ്വാദ് തന്നെയാണ് ഇതിന്. ഒത്തിരി നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു മണമാണ് എനിക്കിത്. നിങ്ങൾ പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും എല്ലാവരും മറന്നുപോയൊരു റെസിപ്പി ആയിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയൊരു മധുരവും ചെറിയൊരു ഉപ്പും ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും എല്ലാം കൂടെ ടേസ്റ്റും എല്ലാം കൂടെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ആ വെള്ളം കൂടെ കോരി അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ കഴിക്കുമ്പം കുട്ടിക്കാലത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഓർമ്മ പോവുകയാണ്. ഈ ഒരു കൊഴുക്കട്ടയൊന്നും നമ്മൾ എന്നൊന്നും ഇപ്പോൾ ഉണ്ടാക്കുന്നില്ലല്ലോ. പുതിയ പുതിയ റെസിപ്പികളൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നു. പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്ന ഇത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കണം. അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറിവിത്തമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയുമായി വരും. അതുവരേക്കും നന്ദി. ഗുഡ് ബൈ.